ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ ഹൊറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. നാഷണൽ ഹൊറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹൊറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണല്ലോ ജവഹർലാൽ നെഹ്റു. നമ്മുടെ നാഷന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണല്ലോ ജവഹർലാൽ നെഹ്റു. അപ്പൊ നാഷണൽ ഹൊറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് PSC ഇടക്കിടക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഇനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറങ്ങുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശില്. ഉത്തർപ്രദേശിലാണല്ലോ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. ഉത്തർപ്രദേശിലാണല്ലോ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലാണല്ലോ ലോകസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. ഉത്തർപ്രദേശിലാണല്ലോ രാജ്യസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. അപ്പൊ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഇറങ്ങുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശില്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്നത് എവിടെ? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ ഇറങ്ങുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ഏത്? ബംഗാൾ ഗസറ്റ്. എന്താണ്? ബംഗാൾ ഗസറ്റ്. ആദ്യത്തേതല്ലേ? ആദ്യമൊക്കെ വരുന്ന ആൾക്കാർ നമ്മുടെ ഗസ്റ്റ് ആയിരിക്കുമല്ലോ. ആദ്യം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾ ഗസ്റ്റ് ആയിക്കണം. 2-3 ദിവസം കഴിയുമ്പോൾ ഗസ്റ്റ് ഒക്കെ മാറിക്കോളൂ അല്ലെ. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. എന്നാൽ ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ ദിനപത്രമാണ് ബോംബെ സമാചാർ. ഇപ്പോഴും പണ്ടത്തെ ഒരു പത്രം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ബോംബെ സമാചാർ. എന്താണ്? ബോംബെ സമാചാർ. അടുത്തത്, സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സംവാദം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതാണ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇദ്ദേഹമാണ് സതിക്കെതിരെയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വാദിച്ച ആളാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ്. ആദ്യമായിട്ട്, അതായത് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായിട്ട്, അതായത് ബ്രിട്ടീഷുകാരുടെയൊക്കെ നമ്മുടെ നീചത്വങ്ങൾക്കെതിരെയും നമ്മൾ അന്ന് കൊണ്ടുവരുന്ന ഓരോ സദ്യ പോലത്തൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ട് എതിരെ ആദ്യമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതായത് സംവാദം നടത്തി. എന്താണ്? സംവാദം നടത്തി. നമുക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സതി പോലത്തുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സംവാദം നടത്തി. അന്നത്തെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? ശബ്ദമുയർത്തി ഇല്ലേ? സംവാദം നടത്തി. സംവാദ് കൗമുദി ആർതാണ്? രാജാറാം മോഹൻ റോയ്. ഇനി നമുക്ക് കുറച്ച് പത്രങ്ങൾ, പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളും അവയുടെ സ്ഥാപകരെയൊക്കെ നോക്കാട്ടോ. ഹരിജന്, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നവജീവൻ. ധാരതാണ് മഹാത്മാഗാന്ധിയുടേതാണ്. ഹരിജൻ. ഹരിജൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമവാസികളെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് അഫേഴ്സിലെ, ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തിയതൊക്കെ ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് അല്ലെ. ഗ്രാമസ്വരാജ് എന്ന പദമൊക്കെ പറഞ്ഞത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അപ്പൊ ഹരിജൻ കിട്ടുമല്ലോ. യങ് ഇന്ത്യ. യങ് ഇന്ത്യ എന്നുള്ളതിന്റെ മലയാളം എന്താ? ചെറുപ്പമുള്ള ഒരു ഇന്ത്യ അല്ലെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിജിയാണ്. അപ്പൊ യങ് ഇന്ത്യ അല്ലെ, ഏറ്റവും യങ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ വന്നില്ലേ, സ്വതന്ത്രമായില്ലേ. അടുത്തത്, ഇന്ത്യൻ ഒപ്പീനിയൻ. അദ്ദേഹം എപ്പോഴും ഇന്ത്യന്റെ ഒപ്പീനിയൻ അനുസരിച്ചാണല്ലോ നിന്നിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് എതിരെയല്ലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അടുത്തത്, നവജീവൻ. നവജീവൻ, പുതിയൊരു ജീവിതം നമുക്ക് തന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയാണ്. ഇനി മറക്കൂലല്ലോ. അടുത്തത്, സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ, രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. സംവാദ് കൗമുദി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. നമുക്ക് എന്താണ്? നമ്മുടെ ഈ അയിത്തങ്ങൾക്കും നീചത്വങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന നായകനാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത്. അപ്പൊ സംവാദ് കൗമുദി കിട്ടി. മിറാത്തുൽ അക്ബർ, ഇത് പേർഷ്യൻ ഭാഷയിലാണ്. മിറാത്തുൽ അക്ബർ, പേർഷ്യൻ ഭാഷ. പണ്ട് കാലത്ത് പേർഷ്യക്ക് പോവാന്ന് പറയുന്നത് ഗൾഫിക്കൊക്കെ പോകുന്നതാണ്. അവിടെ ഏറ്റവും കൂടുതൽ അറബികളല്ലേ ഉള്ളത്. അപ്പോ അറബികളുടെ ബാങ്കാണല്ലോ അല്ലാഹു അക്ബർ എന്നൊക്കെ നമ്മൾ പറയാം. ബാങ്ക് കേട്ടിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? അക്ബർ അല്ലെ. മിറാത്തുൽ അക്ബർ എന്താണ്? പേർഷ്യൻ ഭാഷയിലുള്ള പത്രമാണ് ഇത്. മിറാത്തുൽ അക്ബർ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. സംവാദ് കൗമുദി ആണെങ്കിലോ ബംഗാളി ഭാഷയിലുള്ളതാണ് കേട്ടോ. അടുത്തത്, കേസരി മറാത്ത, ബാലഗംഗാധര തിലക്. കേസരി മറാത്ത,
എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിന്റെ ശരിക്കുള്ള സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും ഇനി വരും പഠിക്കുമ്പോഴൊക്കെ. നമ്മുടെ തിലകല്ലേ, സിനിമയിലെ തിലകൻ, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ പോലെയാണ് നമ്മുടെ ബാലഗംഗാധര തിലകന്. ഭയങ്കര ശൗര്യൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോ കേസരി കൊടുത്തപ്പോൾ അയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഒന്ന് മാറിക്കട, എനിക്ക് വേണ്ടടാ പറഞ്ഞു അല്ലെ. കേസരി, മറാത്ത, ബാലഗംഗാധര തിലക്. അടുത്തത് ബഹിഷ്കൃത ഭാരത്, മൂകനായക് BR അംബേദ്കർ ആണ് കേട്ടോ. ആരാണ് BR അംബേദ്കർ? ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? BR അംബേദ്കർ ആണ്. ഇദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പൊ മൂകനായിരുന്നു. ഇപ്പൊ ബുദ്ധമതമൊക്കെ സ്വീകരിക്കാൻ നല്ല അത്രയും ആ തത്വജ്ഞാനിയിലേക്ക് പോയി എന്നൊക്കെ പറയാം. അപ്പൊ അദ്ദേഹം മൂകനായിരുന്നു, മൂകനായക്. പിന്നെ ബഹിഷ്കൃത ഭാരത്, അദ്ദേഹത്തിന്റെ ആദ്യമുള്ള ആ മതത്തെ എന്ത് ചെയ്യുന്നു? ബഹിഷ്കരിച്ചിരിക്കുകയാണ് അല്ലെ. ബഹിഷ്കൃത ഭാരത്, മൂകനായക് ആരുടേതാണ്? BR അംബേദ്കറുടെ. ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തരം കോഡുകളൊക്കെ വെച്ച് തരുന്നത്. അടുത്തത് ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ് 1885 INC വന്നിട്ടുണ്ടായിരുന്നു. INC പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്. അങ്ങനെയാണ് മലബാർ കോൺഗ്രസ് സമ്മേളനം 1916 ആനി ബസന്റ് കൊണ്ടുവരുന്നത്. ആനി ബസന്റ് ഐറിഷ് വനിതയാണ്. ആനി ബസന്റ് ആരാണ്? ഐറിഷ് വനിതയും ഹോം റൂൾ ലീഗിന്റെ സ്ഥാപകയുമാണ്. എന്തിനാണ് ഇവിടേക്ക് ഇത് കൊണ്ടുവന്നത്? ശരിക്കും മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് നേരിട്ടുള്ള ഭരണമായിരുന്നു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഒരു മേഖലയാണ് ഏത്? മലബാർ എന്ന് പറയുന്നത്. മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഇങ്ങനെയല്ലേ കടന്നിട്ടുണ്ടായിരുന്നത്. കൊച്ചിയും തിരുവിതാംകൂറിൽ ആരുണ്ടായിരുന്നു? ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എന്നാൽ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച മേഖലയാണ് ഏത്? മലബാർ. അപ്പൊ ഈ മലബാറിൽ കുറെ കുടിയാൻ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ആനി ബസന്റ് 1916 മലബാർ കോൺഗ്രസ് സമ്മേളനം നടത്തുന്നത്. ഈ മലബാർ കോൺഗ്രസ് സമ്മേളനം 1916, 17, 18, 19, 20 ഈ 5 പ്രാവശ്യമായിട്ട് നടക്കുന്നുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം. അതായത് ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അതിനെതിരെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1921 KPCC വരികയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ 1916 ഐറിഷ് വനിതയായിട്ടുള്ള ആനി ബസന്റ് ഇവിടെ എന്ത് ചെയ്യാണ്? കോൺഗ്രസ് സമ്മേളനം നടത്തുകയാണ്. മലബാർ കോൺഗ്രസ് സമ്മേളനം നടത്തുകയാണ്. അങ്ങനെ അവര് ആ പുതിയ ന്യൂ ആയിട്ടുള്ള, അന്ന് കേരളം നമ്മൾ വേർതിരിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ. അന്ന് കേരളം വന്നിട്ടില്ല. 1916 കേരളം വന്നിട്ടില്ല. 1956 കേരളം രൂപീകരിക്കുന്നത്. അപ്പൊ ന്യൂ ഇന്ത്യ, പുതിയ ഒരു രീതി എന്ത് ചെയ്യാണ്? മലബാറിൽ കൊണ്ടുവരികയാണ്. ന്യൂ ഇന്ത്യ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ഇപ്പോ ഹിന്ദു, ഇപ്പൊ ബ്രാഹ്മണരൊക്കെ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണല്ലോ. സുബ്രഹ്മണ്യ, അതിൽ നിന്ന് ബ്രാഹ്മണർ എന്നെടുക്കാം. അപ്പൊ ഹിന്ദു സ്വദേശി മിത്രം സുബ്രഹ്മണ്യ അയ്യർ, അതാണ് സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ്. എന്താ? അമൃത ബസാർ പത്രിക. ഞാൻ അതെങ്ങനെ പഠിച്ചെന്നോ? അമൃത ബസാറിലേക്ക് പോയപ്പോൾ, ബസാർ അങ്ങാടി, അമൃത ബസാറിലേക്ക് പോയപ്പോൾ ശിശിർ എങ്ങനെ മുഖത്ത് വീണു? മഞ്ഞിന്റെ ശിശിരങ്ങൾ ഇങ്ങനെ മുഖത്ത് വീണു എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഈ രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. വന്ദേ മാതരം ലാലാ ലജ്പത് റോയ്. വന്ദേ മാതരം അത് നമ്മുടെ എന്ത് ചെയ്യാണ്? ദേശീയ ഗീതമാണ് അല്ലെ. ദേശീയ ഗീതമാണ്. അപ്പൊ വന്ദേ മാതരം പാടുമ്പോൾ അതിലൊരു ഈണുണ്ട്. ലാലാ, ഒരു ഈണല്ലേ, ഒരു ഈണുണ്ട്. അപ്പൊ ലാലാ ലജ്പത് റോയ്. എങ്ങനെയാണ്? ലാലാ ലജ്പത് റോയ്. അടുത്തത് അൽ ഹിലാലി അൽ ബലാഗ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാലി അൽ ബലാഗ്. ഇപ്പൊ മുസ്ലിങ്ങളുണ്ട് ഹിമാറെ ബലാലെ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഹിമാറെ സന്തോഷത്തിൽ പറയും ഹിമാറെ ബലാലെ എന്നൊക്കെ പറയല്ലേ. അൽ ഹിലാലി അൽ ബലാല് ആരതാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പേരല്ലേ. നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 തീയതിയാണ് ഇദ്ദേഹത്തിന്റെ ജന്മതീയതി. അന്ന് എന്ത് ചെയ്യുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമാണ് കേട്ടോ. ഓക്കെ. അടുത്തത് ബോംബെ സമാചാറ് ഫർദൂർജി മർസ്ബാന്. ഈ ബോംബെയിലൊക്കെ നമ്മള് എന്തൊക്കെ സാധനങ്ങളൊക്കെ വില കുറഞ്ഞൊക്കെ കിട്ടും അല്ലെ. ബോംബെയിലേക്ക് പോണ ആളുകളൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാറുണ്ട്. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ബോംബെയിലേക്ക്
പോയ സമയത്ത് എന്താണ് ധൂർത്തടിച്ചു, ഫർദൂർജി, ധൂർത്തടിച്ചു, ഫർദൂർജി, ബോംബെ സമാചാര്, ഫർദൂർജി മർസ്ബാന്. ഓക്കെ, കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് മനസ്സിലാക്കുന്നു. എന്ത് ചെയ്യാ, ഒന്നും കൂടി ഞാൻ പറഞ്ഞതും ഈ നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒന്നും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്രങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, എന്തായാലും ചോദിക്കും എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗാന്ധി ജനിച്ചത് എവിടെ? ഗുജറാത്തില്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ. അപ്പൊ ഏത് ഭാഷയിലേക്കാണ് അവർ രചിച്ചിട്ടുണ്ടാവുക? ഗുജറാത്തി ഭാഷയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം. കഥകളില് വേഷങ്ങളുണ്ട്, പച്ച, താടി, കരി, മിനുക്ക്, ഇങ്ങനത്തെ വേഷങ്ങളൊക്കെ ഉണ്ട്. ഇതില് മുനിമാരെയും സ്ത്രീകളെയും പ്രതിനിധീകരിക്കുന്ന വേഷമാണ് മിനുക്ക്. മുനിമാര് എന്നതിൽ നിന്നും അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചെടുത്ത മിനുക്ക് എന്ന് വായിച്ചൂടെ? അതായത് മു എന്നുള്ളതിന്റെ ചിഹ്നം നീക്ക് ഇട്ട് കൊടുത്താ പോരെ? മുനി, മിനു, മുനി, മിനു അല്ലെ? മുനിമാർക്ക് ഏതാണ്? മിനുക്ക്. ഏതാണ്? മിനുക്ക്. അപ്പൊ നമുക്ക് കുറച്ച് വേഷങ്ങളൊക്കെ നോക്കിയാലോ. പച്ച, സത്യസന്ധരും ധാർമ്മികരുമായ ദേവരാജാക്കന്മാർക്കാണ് പച്ച നൽകുന്നത്. വേഷം പച്ച നൽകുന്നത് ആർക്കാണ്? നല്ല മനുഷ്യന്മാർക്കാണ് ഇത് കൊടുക്കുക. പച്ച നൽകുക നമ്മുടെ ശ്രീരാമനും അർജുനൊക്കെയാണ് പച്ച. കത്തിയാണെന്നുണ്ടെങ്കിലോ ദുഷ്ടന്മാരാണ്, എന്നാൽ വളരെ ധൈര്യശാലികളുമാണ്. ഇവർക്കാണ് കത്തി വേഷം നൽകുന്നത്. ഉദാഹരണം രാവണനൊക്കെ. എന്നാൽ താടിയാണെങ്കിൽ 3 വിഭാഗമുണ്ട്. ചുവന്ന താടിയുണ്ട്, വെള്ളത്താടിയുണ്ട്, കറുത്ത താടിയുണ്ട്. ചുവന്ന താടി എന്ന് പറഞ്ഞാൽ അതിദുഷ്ടരായിട്ടുള്ള ആളുകൾക്കാണ് എന്ത് കൊടുക്കുക? ചുവന്ന താടി കൊടുക്കുക. വെള്ളത്താടി ഹനുമാനെ പോലെയുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്താടി കൊടുക്കുന്നത്. എന്നാൽ കറുത്ത താടിയാണെങ്കിലോ വന്യ സ്ഥലത്തൊക്കെ മൃഗങ്ങളൊക്കെ പോലെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകൂലേ, ഗോത്രജീവികൾ എന്നൊക്കെ പറയില്ലേ, അവർക്കാണ് കറുത്ത താടി നൽകുന്നത്. ഇനി അടുത്തത് മിനുക്കാണ്. മിനുക്ക് എന്ന് പറഞ്ഞാൽ വിനീതരായ സ്ത്രീകളെയും ബ്രാഹ്മണരെയും സന്യാസികളെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിനുക്ക് വേഷം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. സാമൂഹിക പരിഷ്കർത്താവ്, സതി, ബാലവിവാഹം, സ്ത്രീകളുടെ അടിച്ചമർത്തൽ തുടങ്ങിയ അനാചാരങ്ങൾക്ക് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. സതിക്കെതിരെ, അതേപോലെ ബാലവിവാഹത്തിനെതിരെ, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം ഉണ്ടെന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന് പറഞ്ഞു, ബാലവിവാഹം നിർത്തലാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്ന നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. തുടങ്ങിയ പ്രസ്ഥാനമാണ് ബ്രഹ്മ സമാജം. ഏതാണ്? ബ്രഹ്മ സമാജം. ഇതില് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏകദൈവ വിശ്വാസവും മതസഹിഷ്ണുതയും പ്രചരിപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. എന്താണ്? ഏകദൈവ വിശ്വാസവും മതസഹിഷ്ണുതയും പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആധുനിക ശാസ്ത്രവിദ്യയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ കാലത്തൊക്കെ ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എതിരായിട്ടുള്ള കാര്യം, കാരണം അത് ബ്രിട്ടീഷുകാരുടെ ഭാഷയല്ലേ, അതൊരിക്കലും നമ്മൾ പഠിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യണം? ആധുനിക ശാസ്ത്രവിദ്യയും വിദ്യാഭ്യാസമൊക്കെ പഠിക്കണം, നിങ്ങൾ മുൻപന്തിയിൽ എത്തണം എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്ത് എല്ലാവർക്കും ഒരു അറിവ് നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭാഗമാണ്? ഒരിക്കലും അല്ല. തന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ. അതുപോലെ തന്നെ പഴയ അനാചാരങ്ങൾക്കെതിരേക്ക് പ്രവർത്തിച്ചിട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് പുതിയ നവോത്ഥാനത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉള്ള പോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇനി തെറ്റെഴുത് കേട്ടോ, ശ്രീനാരായണ ഗുരു കേരളത്തിലാണ്. ശ്രീനാരായണ ഗുരു എവിടെയാണ്? കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആരാണെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. രാജാറാം മോഹൻ റോയ് എവിടെ പോയി? നമ്മുടെ ദേശീയത്തിലേക്ക് പോയി, നമ്മുടെ ഇന്ത്യ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. ഒരിക്കലും മാറരുത് കേട്ടോ.